നോട്ടിങ്ങാമിൽ നിന്ന് അരമണിക്കൂർ ഡ്രൈവുള്ള 19 മൈൽ മാത്രം ഡിസ്റ്റൻസുള്ള ഷെർവുഡ് ഫോറസ്റ്റ് റെയിൽവേ, അവിടെ ഞങ്ങളൊരു സമ്മർ സമയത്ത്, അത് നല്ല ചൂടുള്ള സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ടിക്കറ്റില്ലേ, ട്രെയിൻ ടിക്കറ്റ്, അതുപോലത്തെ അതേ വേഷൻ, അതിൻ്റെ കളർ ആന്നേ ഉള്ളൂ, അതേ വേഷൻ ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ നല്ല രസം കേട്ടോ, പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒറിജിനൽ. നമ്മളൊരു ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, പഴയ സ്റ്റേഷനൊക്കെ ഇല്ല നമ്മുടെ നാട്ടിലെ, അവിടെ ചെല്ലുന്നത് എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഫീൽ നമുക്കുണ്ട്. സ്റ്റേഷന് പേരുണ്ട്, ലോക്സ്ലി എന്ന പേര്. ഒരു ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ട്രെയിൻ ട്രിപ്പ് അടിക്കണം. അപ്പം ആദ്യം പോയ ആൾക്കാർ തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്, കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതെങ്ങനെ ഇരിക്കുന്നത്, അതായത് ഇങ്ങനത്തെ സ്റ്റീം ട്രെയിൻ ആദ്യമായിട്ട് കയറുകയാണ്. അപ്പോൾ എക്സൈറ്റഡാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ട്രെയിൻ ദൂരെ നിന്ന് വരുന്നത് കണ്ട് ഇങ്ങനെ മന്ദം രാജാവിനെ പോലെ ഇങ്ങനെ വരികയാണ്. അത് കണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അത് കാണാൻ രസമാണ്. ഒരു ചേട്ടൻ ഡ്രൈവ് ചെയ്ത് വരും, കാർ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കുന്ന പോലെ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ഡ്രൈവർ ചേട്ടൻ കയറിയിരിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ കെട്ടുകളും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു ക്യാബിനങ്ങ് സ്വന്തമാക്കി. ട്രെയിൻ അങ്ങനെ മെല്ലെ നമ്മുടെ പ്ലാറ്റ്ഫോം വിട്ടു തുടങ്ങി. ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനെത്തി. ഇവിടെ ട്രെയിൻ നിർത്തും, എന്നിട്ട് എൻജിൻ മുമ്പിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരും, എന്നിട്ട് അത് അറ്റാച്ച് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, നമുക്കിവിടെ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ട്രിപ്പ് വരുമ്പോൾ നമുക്ക് കയറി പോയാൽ മതി. ഇഷ്ടമുണ്ട് പോകാം, ഇഷ്ടമില്ല ഇവിടെ നിൽക്കാം. ഒരു കുഞ്ഞൻ ട്രെയിനാണ്, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പകുതിയുള്ളൂ. ഈ കൽക്കരി ഇതിലിട്ടിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. ഇത് കത്തിയില്ല, തിരിച്ചു പോക്ക് നടക്കില്ല.
അങ്ങനെ ഞങ്ങൾ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തി. ഒരു നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു, നല്ലൊരു യാത്രയുമായിരുന്നു.